വീടുകളെല്ലാം ഒരു ഭാഗത്ത് നിന്ന് തകർന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇനി അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അത് റോഡാണ്. കണ്ടോ, അടിത്തറയൊക്കെ കുഴിച്ച് കൊണ്ടുപോയിരിക്കുക അവിടുത്തെ. ഇതാ വരുന്നുണ്ടോ. ഹായ്, നമസ്കാരം. വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാടാനപ്പള്ളി പഞ്ചായത്തിലാണ്, തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി പഞ്ചായത്തിലാണ്. ഗണേശമംഗലം ബീച്ച് എന്നൊക്കെ പറയും. വാടാനപ്പള്ളി ബീച്ചിൻ്റെ ഒക്കെ കുറച്ച് വടക്ക് ഭാഗത്തായിട്ട് വരും കേട്ടോ. വാടാനപ്പള്ളി ചിലങ്ക ബീച്ചുകളുടെ ഒക്കെ വടക്ക് ഭാഗത്തായിട്ട് വരും. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കടൽ ഒന്ന് കാണിച്ചു തരാം. കടൽ ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി കടൽ തകർത്ത് കളഞ്ഞൊരു മേഖല തന്നെയാണ്. കടൽഭിത്തിയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ അവിടെ ഒട്ടും കാണാനില്ലെങ്കിൽ ഇവിടെ കുറച്ചൊക്കെ കല്ലുകളൊക്കെ കാണാം. ഇതാ അവിടെ കാണുന്നത് ഒരു പള്ളിയുണ്ട്, ഒരു മുസ്ലിം പള്ളിയുണ്ട്. അവിടെയൊക്കെ കുറേ ഇപ്പോൾ ചൂണ്ടക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ചൂണ്ടാനൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി തകർന്നു പോയ ഒരു സ്ഥലങ്ങളാണ് കാണാൻ പറ്റുക. വീടുകളാണെങ്കിലും തൊട്ടടുത്ത് ഇനിയും ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഇവിടെ വീടുകളുള്ള ഒരു ഏരിയ ആണ്. തകർന്നു പോയ ഒരുപാട് വീടുകളുണ്ട്. അത് കൂടാണ്ട് ഇനി തകരാൻ പോകുന്ന വീടുകൾ നിരവധിയുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കണ്ടോ, ഇവിടെയൊക്കെ കടൽ കയറി വരുന്നുണ്ടോ. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ കുറച്ച് നാൾ മുന്നേ, കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കൊന്നും കടൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഇതൊക്കെ നോക്കിയേ, കടൽ കയറി വരുന്നുണ്ടോ. ഇതിലേക്ക് ഇങ്ങോട്ടൊക്കെ കയറി വരുന്നുണ്ടോ. കടൽ വെള്ളം കയറി വരികയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ വെള്ളം കയറി വന്നത്. അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വീടുകളൊക്കെ പകുതി പോയതും പോകാനുള്ളതും ഇനി പോയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വീടുകളൊക്കെയാണ് കാണുന്നത്. ഇത് കണ്ട, ഈ ഒരു കെട്ടിടം ഓൾമോസ്റ്റ് പോയി എന്ന് തന്നെ പറയാം. അവരിപ്പോൾ സൈഡിൽ ചാക്കുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്, കല്ലുകളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഇതിനെ സംരക്ഷിക്കാനായിട്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഇത് നിലനിൽക്കില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മുടെ അവിടെയൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ. പല രീതിയിൽ സംരക്ഷിക്കാൻ നോക്കി, നമ്മളും സംരക്ഷിക്കാൻ നോക്കി. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് ജിയോ ബാഗുകളൊക്കെ നിരത്തി ഇടാൻ ശ്രമിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല. അതിനൊന്നും കടലിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇത് കണ്ടോ, വെള്ളം അങ്ങനെ കയറി വരും. അത്രയും കടൽഭിത്തിയെല്ലാം കടൽഭിത്തിയാണ് ഈ തകർന്ന് നാമാവശേഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. കണ്ടില്ലേ? നല്ല തിരമാലകൾ കുറച്ച് സമയം ചിലപ്പോൾ അനങ്ങാതെ കിടക്കും കണ്ടോ. പക്ഷേ പിന്നെ അടുത്തത് അടിക്കുന്നത് ഭയങ്കര തിരയായിരിക്കും. ഈ ഒരു തിര ചിലപ്പോൾ തകർക്കും. കണ്ടോ, ആ ഒരു തിരയിൽ തന്നെ നല്ലതുപോലെ കയറി വരും. ആ ഒരു തിരയിലൊക്കെ ഓരോ കല്ലുകൾ പോലും അടിച്ച് തെറിപ്പിച്ചിട്ടാണ് പോവുക. വരുന്നുണ്ടോ, അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെയൊക്കെ അടിച്ചങ്ങ് തെറിപ്പിച്ചിടും. അങ്ങനത്തെ അത്രയും പവർഫുള്ളായിട്ടുള്ള തിരകളാണ്. കണ്ടില്ലേ, ഓരോ തിര വരുന്ന വലുപ്പം കണ്ട നിങ്ങൾ നോക്കി. അടിച്ച് കയറുന്ന കണ്ട വീടുകളിലേക്കൊക്കെ നിൽക്കുന്നിടത്തേക്കൊക്കെ എത്തിയിട്ടാ. കണ്ട തെങ്ങുകൾ. നേരത്തെ അന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ട് ഡ്രോണൊക്കെ പറത്തി ഇവിടെ വീഡിയോ എടുത്തതാ. അന്ന് ഇവിടെ നിന്ന് കടലിൽ മച്ചുവേൽ പോയിട്ട് മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അന്ന് ഇത്രയ്ക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ശേഷം തകർന്നിട്ടുള്ളതായി കാണുന്നത് നോക്കി. ഈ ഒരു വർഷം തകർന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഈ കാണുന്നത്. കണ്ട, എത്രത്തോളം മാറ്റം വന്ന് നോക്കി. തകർന്നു കിടക്കുന്നുണ്ടോ വീടുകൾ. കണ്ടോ, ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. വീടുകളെല്ലാം ഒരു ഭാഗത്ത് നിന്ന് തകർന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇനി അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അത് റോഡാണ്. ആ റോഡുണ്ട്, ആ റോഡിൻ്റെ അപ്പുറത്ത് ഇനിയും ഒരുപാട് വീടുകളുണ്ട്. റോഡൊക്കെ മൂടിപ്പോയിട്ട്. അപ്പോൾ റോഡ് എന്ന് പറയാൻ
നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നവർക്ക് അത് റോഡാണെന്ന് അറിയാം. പക്ഷേ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് റോഡ് ഏതാണ് പറമ്പ് ഏതാണെന്നൊന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. റോഡിലൊക്കെ മണ്ണൊക്കെ കയറി കിടക്കുകയാണ്. ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാണ്ടല്ലോ അനുഭവിച്ചവർക്കും അനുഭവിക്കാനിരിക്കുന്നവർക്കും മനസ്സിലാവുള്ളൂ. കാരണം നമ്മുടെ അവിടെയും ഈ ഒരു അവസ്ഥ തന്നെ ആയിരുന്നു. മുമ്പ് ഒരുപാട് വീടുകൾ തകർന്നു പോകുന്ന കാഴ്ച ഞാൻ കാണിച്ചിട്ടുണ്ട്. വളരെയധികം മനന്നൊന്നാണ് ഞാൻ ആ വീഡിയോകൾ കാണിച്ചത്. ഇപ്പോൾ ഇനി പോകാൻ പോകുന്നത് എൻ്റെ വീടടക്കമുള്ള വീടുകൾ, ഒരുപാട് വീടുകളാണ്. ഒരുപാട് വീടുകൾ പോയി, ഒരു 40ഓളം വീടുകളൊക്കെ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക്. അത് കൂടാതെ ഇനിയും നിരവധി വീടുകൾ അവിടെ പോകാനുണ്ട്. അതിൽ എൻ്റെ വീടുകളൊക്കെ ഉൾപ്പെടും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു മേഖലയുടെയും പ്രശ്നം. നമ്മുടെ ആ ഒരു ഏരിയയിൽ മാത്രമല്ല ഞാൻ കാണിക്കുന്നത്, എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളാണ് ഞാൻ കൂടുതലും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്താണ്. ഇത് അതിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്ത് വാടാനപ്പള്ളി പഞ്ചായത്ത്. അപ്പോൾ ഇവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ആ വീട്, ഈ റോഡാണ് ഈ കാണുന്നത് കേട്ടോ. ആ വീടുകളുടെ ബാക്ക് ഭാഗം നമ്മളിപ്പോൾ കാണിച്ചല്ലോ, ആ വീടുകൾ തന്നെയാണ് ഈ കാണുന്നത്. ആ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ വീടിൻ്റെ പുറകു ഭാഗം ഇങ്ങനെ തകർന്ന് കിടക്കുകയാണെന്ന് ആർക്കെങ്കിലും തോന്നും, നമുക്ക് ആർക്കെങ്കിലും തോന്നും. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. നോക്കി, ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പക്ഷേ പുറകിലോട്ട് വരുമ്പോൾ കണ്ടോ, അത്രയും ഫുള്ള് തകർന്ന് കിടക്കുകയാണ് പുറകു ഭാഗം. ഇത് കണ്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുപോലെ തന്നെ ഈ വീട് കണ്ടോ. നോക്കിയേ, ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ എത്ര നല്ല വീടാന്ന് നോക്കിയേ. പക്ഷെ എന്താ അവസ്ഥ കണ്ടോ. ഈ ഒരു വീടിൻ്റെ പുറകു ഭാഗം കണ്ടോ. ഇവിടെ നിൽക്കുന്നത് തന്നെ ഏത് സമയത്ത് തിര വരാമെന്ന് അറിയില്ല. ഞാൻ പിന്നെ തിരകൾ വരുന്നത് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അപകടങ്ങളൊന്നും ഇല്ലാത്തത് കേട്ടോ. സാധാരണ ഇവിടേക്കൊന്നും ഇപ്പോൾ ഒരു പയ്യൻ ഇങ്ങോട്ട് കടലിൽ കുളിക്കാനെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇപ്പോഴൊന്നും ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു. കാരണം കടലിൽ ഇറങ്ങല്ലേ, ഇവിടെ നിൽക്കുന്നത് തന്നെ, കരയ്ക്ക് നിൽക്കുന്നത് തന്നെ റിസ്ക്കാണ്. അത്രയും അപകടം പിടിച്ചൊരു സമയമാണ് ഇത് കണ്ടോ. വലിയ തിര വരും കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരവസ്ഥ. കണ്ടോ, അടിത്തറയൊക്കെ കുഴിച്ച് കൊണ്ടുപോയിരിക്കുക അവിടുത്തെ. ഇനി ഇത് നിലമ്പോത്താൻ അധികം സമയം വേണ്ട. നമ്മൾ എൻ്റെ കൺമുന്നിൽ കണ്ടതാ, എത്ര വീടുകൾ തകർന്ന് വീഴുന്നത് ലൈവായിട്ട് കൺമുന്നിൽ കണ്ടതാ. അപ്പോൾ നമുക്കറിയാലോ ഇത് എങ്ങനെയാണ് കടലിൻ്റെ ഒരു പെരുമാറ്റം, കടൽ എങ്ങനെയാണ് ഓരോ വീടുകളെയും വീഴ്ത്തുന്നത് എന്നുള്ളത് നമുക്ക് നേരിട്ട് അറിയാം. അത്രയും കാഴ്ചകൾ കണ്ടതാ. കണ്ട് നമ്മുടെ മനസ്സൊക്കെ മരവിച്ചു പോയി എന്ന് തന്നെ പറയാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും ഭയങ്കര വിഷമം തോന്നാറുണ്ട് ഈ കാഴ്ചകൾ കണ്ടിട്ട്. കാരണം ഒരു വീട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ ഒരു വീട് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ടും ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ കൂട്ടിവെച്ചും ഒക്കെ ഉണ്ടാക്കുന്ന വീടുകളാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും, മനസ്സുള്ളവർക്ക് മനസ്സിനൊരു നൊമ്പരുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കാഴ്ചകൾ ഇപ്പോൾ കണ്ട് എത്രയോ കാഴ്ചകൾ കണ്ടു, എത്രയോ വീടുകൾ തകർന്ന് വീഴുന്ന കണ്ടു. ഇനിയിപ്പോൾ എൻ്റെ വീടൊക്കെ തകരുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഞാൻ മനസ്സിനങ്ങ് പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാരണം ആ ഒരു സമയത്ത് നമ്മുടെ സ്വന്തം വീട് തകരുമ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മനസ്സിനങ്ങ് പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അല്ലാതെ രക്ഷയില്ല. അതാണ് ഇവിടെ കടൽ തീരത്ത് വസിക്കുന്ന ഓരോരുത്തരുടെയും അവസ്ഥ. എന്നിട്ട് ഇതിൽ ഞാൻ പിന്നെ കമൻറ്റുകൾ ഇടുന്ന കാര്യം ഇനിയും ഞാൻ പറയുന്നില്ല. പലരും കോമഡി കമൻറ്റുകളൊക്കെ ഇടുന്നത്. ഇങ്ങനെയുള്ള വീടുകൾ വീഴുന്ന വീഡിയോ അല്ലെങ്കിൽ വീടുകളിലേക്ക് കടൽ കയറുന്ന വീഡിയോ ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ കോമഡി കമൻറ്റുകളൊക്കെ ഇട്ട് രസിക്കുന്നവരുണ്ട്. അവരോട് ഇനി ഒന്നും പറയുന്നില്ല ഞാൻ, പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മുടെ ഒരു കൂട്ടർ അങ്ങനെ ആയിപ്പോയി. എന്താ ചെയ്യുക. ഈ തെങ്ങുകളൊക്കെ നിൽക്കുന്ന കണ്ടോ, ഈ തെങ്ങുകളൊക്കെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ തലപോയ തെങ്ങുകൾ ആരും കൊണ്ട് ഇവിടെ നാട്ടി വെച്ചതല്ല എന്നുള്ളത് അല്ലേ. അവിടെയൊക്കെ തകർന്നു പോയ വീടുകളുടെ അവശിഷ്ടങ്ങൾ തന്നെയാണ് ആ കാണുന്നത് കേട്ടോ. അല്ലാതെ ചെറിയൊരു ഷെഡൊന്നും അല്ലാതെ ഒരു വീട് തകർന്ന് അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ആ കാണുന്നത്.
ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ കണ്ട, ഞാൻ പറഞ്ഞില്ലേ റോഡാണിത്. റോഡ്, ഇത് കടൽ, ഇത് റോഡ്. അതിൻ്റെ അപ്പുറത്ത് ഇതാ വേറെ വീടുകൾ. ഇതൊക്കെ ആൾ താമസമുള്ള വീടുകളാണ്. നിരവധി വീടുകളുണ്ട് ഇവിടെ. ഉണ്ടോ? ഇവിടെയൊക്കെ വീടുകളുള്ള സ്ഥലമാണ്.